ബേസിക് ആയിട്ട് ജ്വല്ലറിക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് വെച്ച് നമുക്ക് ഇതുപോലെ ഒരു കമ്മൽ സെറ്റ് ചെയ്തെടുത്താലോ. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഒന്ന് മെറ്റീരിയലൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. അതിലൊന്ന് നമ്മുടെ ഐ പിന്നാണ്, അതുപോലെ വരുന്നതാണ് ഹെഡ് പിന്ന്, ഇയർ ഹൂക്ക് പിന്നെ നമുക്ക് അറിയാൻ വേണമെന്ന്. പിന്നെ വേണ്ടത് കട്ടിംഗ് സ്പ്രിംഗ് ആണ് കേട്ടോ. പിന്നെ റെയിൻബോ ബീഡ്സ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മാച്ച് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീനും റെഡും എടുത്തിട്ടുണ്ട്. ഞാൻ റെഡാണ് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അതാണ് കുറച്ചും കൂടി ഭംഗി തോന്നിയത്. പിന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് ഗ്ലൂവും നമ്മുടെ പ്ലെയറും ആണ്. ഇത് നമ്മുടെ ടൂൾസിൽ വരുന്ന ഐറ്റം ആണല്ലോ. ഫസ്റ്റ് നമുക്ക് ബീഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിനായിട്ട് ഹെഡ് പിന്ന്, അതിലേക്ക് നമ്മുടെ റെയിൻ ഡ്രോപ്പ് ബീഡ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബീഡ് വേണമെങ്കിലും സാധാരണ റൗണ്ടിലൊക്കെ വരുന്ന ബീഡ്സോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ സൈസ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. റൗണ്ട് ബീഡ് വലിയ സൈസ് എടുത്താൽ അതിൻ്റെ സെൻറ്ററിലേക്ക് കറക്റ്റായിട്ട് വരില്ല. അത് നമുക്ക് കമ്മലിൻ്റെ മോഡൽ നോക്കി വരുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു ലെങ്ത് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കറക്റ്റ് ലൂപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അവിടെ റെഡിയാക്കി വെക്കാം. ഫസ്റ്റിൽ ഇതൊക്കെ ചെയ്ത് വെക്കുക. കാരണം സ്റ്റോൺ ഒട്ടിക്കുന്നത് ലാസ്റ്റിൽ എല്ലാം കഴിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം. ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോൺ ഒട്ടിച്ച് ഒരു ദിവസം മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ കമ്മലിൽ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. കാരണം സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റോണുകൾ നീങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ പോവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കറക്റ്റ് ലൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രീ ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രീ ക്ലാസ്സിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, പ്ലേലിസ്റ്റ് ആയിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അതുപോലെ നമ്മൾ പെയ്ഡ് ക്ലാസ്സുകളും ജ്വല്ലറിയുടെയും ഹെയർ ആക്സസറീസിൻ്റെയും കൊടുക്കുന്നുണ്ട്. ജനുവരി ബാച്ച് നമ്മുടെ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി ബാച്ചിലേക്ക് അഡ്മിഷനൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ആയിക്കോളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. രണ്ടും ഫെബ്രുവരി 10th സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ രണ്ടാമത്തെ ലൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ആ ഒരു ഐ പിന്നിനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഐ പിന്ന് നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്നിതാ നമ്മൾ ഐ പിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ഇതുപോലെ വളച്ചു കൊടുക്കാം. ഞാനിവിടെ അതാ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നിട്ട് വളച്ചെടുക്കുകയാണ്. അടിഭാഗം ഒരിക്കലും എന്താ പറയുക, ഒരു വി പോലെ വരരുത് കേട്ടോ. യു പോലെ തന്നെ വരണം. നമുക്ക് കറക്റ്റ് ഇതുപോലെ പിടിച്ചിട്ടൊക്കെ ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റ് യു ആയിട്ട് വരും. ഇനി ഒരു സൈഡിൽ നമുക്ക് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വളച്ചിട്ടും ചെയ്യാം, വളയ്ക്കാതെ ചെയ്തിട്ടും നമുക്കിത് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് തോന്നുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇനി നമ്മളിത് ആയിട്ട് ആ ഒരു ഭാഗം നമ്മളിതുപോലെ ഒന്ന് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടും ഒരേ രീതിയിൽ വെക്കണം. ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അതിനൊന്ന് വളച്ചു വെച്ച് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഈ പ്ലെയർ വെച്ചിട്ടൊന്ന് ഇതുപോലെ കമ്പിയമേ നമ്മൾ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരേ രീതിയിൽ വരും. കണ്ടോ, ഇങ്ങനെ വരും. നമുക്ക് സൈഡ് റിങ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കുക. രണ്ട് സൈഡും ഒരേപോലെ നിൽക്കണം കേട്ടോ. കറക്റ്റ് ലെവലിൽ നിൽക്കണം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി നമ്മൾ രണ്ടാമത്തെ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ തന്നെ നമുക്ക് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഒരു സൈഡിലേക്കുള്ള ലൂപ്പ് ഫസ്റ്റിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വളച്ചു കൊടുക്കാം. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കുന്നത് എങ്ങനെയാണ്, ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ഫ്രീ ക്ലാസ്സിൽ നമ്മൾ പല ക്ലാസ്സുകളായിട്ട് എടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ക്ലാസ്സും അതുപോലെ ഓരോ ജ്വല്ലറീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും കാണാത്തത് എന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ഒരുപാട് 42-43 ക്ലാസ്സോളം നമ്മൾ ജ്വല്ലറിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ജ്വല്ലറീസും നമ്മൾ അതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഫ്രീ ക്ലാസ്സാണ് അത്. ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്. പെയ്ഡ് ക്ലാസ് നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതും ഇതുപോലെ വളച്ചു കൊണ്ട് കാരണം കൈ കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു ലൂപ്പിനെ ഇതുപോലെ സൈഡിലേക്ക് ചെരിച്ച് വെക്കാം. അല്ലെങ്കിൽ പ്ലെയറാണ് കുറച്ചും കൂടി ബെറ്റർ, കറക്റ്റ് നിൽക്കും. നിങ്ങൾ ആ കമ്പിയൊന്ന് പിടിച്ചിട്ട് ഇതുപോലെ ആ ഒരു ലൂപ്പ് മാത്രം ഇതുപോലെ ചെരിച്ച് കൊടുത്താൽ മതി. ഈ രീതിയിൽ നിൽക്കണം. എങ്കിലേ നമുക്ക് കമ്മൽ അതിൻ്റേതായ ഭംഗിയിൽ കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് സ്റ്റോണും ഒക്കെ ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ്. നമുക്ക് ഇതിൽ മാത്രം ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിന് പകരം നമ്മുടെ മെമ്മറി വയർ, നല്ല ഗേജ് കൂടിയ മെമ്മറി വയർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, നല്ല കട്ടിയുള്ളത്. അത് വാങ്ങിച്ചിട്ട് നമുക്ക് പീസ് കട്ട് ചെയ്ത് രണ്ട് സൈഡിലും ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയും ചെയ്തെടുക്കാം. കുറച്ചും കൂടി കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വലിപ്പത്തിലൊക്കെ ചെയ്യാം. ഐപ്പിനായ കാരണമാണ് സൈഡ് കുറച്ച് നമ്മൾ അടുപ്പിച്ച് വെക്കുമ്പോൾ ആ ഗ്യാപ്പ് അവിടെ സെൻറ്ററിൽ കുറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ സൈഡ് റിങ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ടിനെയും കണക്ട് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മെമ്മറി വയർ കട്ടി കൂട്ടിയതാണെങ്കിൽ നമുക്ക് ആ ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ചും കൂടി നമുക്ക് കിട്ടും. നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനെ അടുപ്പിച്ച് കൊടുക്കാൻ പറ്റും. ഇതിപ്പം നമ്മുടെ ഐ പിൻ ആയതുകൊണ്ട് തന്നെ അത്ര അധികം ഗ്യാപ്പ് നമുക്ക് കിട്ടില്ല. അതിൻ്റെ ലെങ്ത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര അധികം ഗ്യാപ്പ് കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഒരു ബീഡിനെ സെറ്റാക്കി കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ബീഡിൻ്റെ സൈസ് നിങ്ങൾ നോക്കണം. ഒരുപാട് വലിയ സൈസിലുള്ള ബീഡിട്ട് നമുക്ക് സെൻറ്ററിൽ നിൽക്കില്ല. അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കില്ല. അത് പുറത്തേക്ക് തള്ളി നിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഐപ്പിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോൾ. ഇത് കണ്ട് ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ചെറിയ റൗണ്ട് ബീഡുകൾ കിട്ടുമല്ലോ, അതിട്ടാലും മതി.
അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് കറക്റ്റിൽ വരുന്നതെന്ന് വെച്ചാൽ ആ ബീഡ് സെൻറ്ററിൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത്ര മാത്രം ചെയ്ത് നമുക്ക് ഈ കമ്മൽ യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് ഇയർ ഹൂക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കമ്മൽ നമുക്കിതാ ഇങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടോ, ഇങ്ങനെയാണത് വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ്, എൻ്റെ ബീഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഞാനിനി ഇതിലേക്ക് സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഗ്രീൻ സെൻറ്ററിൽ കൊടുത്തപ്പോൾ ആ റെഡും കൂടി കൊടുത്തപ്പോഴാണ് അതിന് ഭംഗി. ഗ്രീൻ തന്നെ ഒട്ടിച്ച് കൊടുത്താൽ അതിന് ഭംഗിയില്ല. ഇനി നിങ്ങൾക്ക് സ്റ്റോണ് കട്ട് ചെയ്ത് ഒട്ടിക്കാം. കാരണം കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വിട്ടുപോകും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. ഞാൻ ഫസ്റ്റിൽ കറക്റ്റ് സ്റ്റോൺ എത്രയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ച് ലെവൽ നോക്കിയാൽ മതി. അവിടെ നിന്ന് അറ്റം മുതൽ ഈ അറ്റം വരെ എത്ര ബീഡ് സ്റ്റോൺ വേണം. അപ്പോൾ അത്രയും സ്റ്റോൺ വരുന്ന സമയത്ത് നമുക്കതിനെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 12 സ്റ്റോൺ, അതിൻ്റെ വലിയ സ്റ്റോൺ ചെയിനാണ്, കുറച്ച് വലിപ്പമുള്ള ടൈപ്പാണ്. അപ്പോൾ ഒരു 12 സ്റ്റോണാണ് എനിക്ക് അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ 8000 ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 7000 ഗ്ലൂ എടുത്താൽ മതി. ഇനി നമ്മൾ ആ ഒരു അറ്റം മുതൽ ഐപ്പിന്നിൻ്റെ ആ ഒരു വളച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം തുടങ്ങി ഓപ്പോസിറ്റ് അതേ ഭാഗം വരെ നമുക്കിതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോൺ നമുക്കിതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലെവലാക്കി നല്ല ഭംഗിയായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് പിടിച്ചിട്ട് നിന്നാൽ ഒരു 2 സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ ഒട്ടിച്ച സ്ഥലത്ത് അത് റെഡിയായി വരും. 2 അറ്റം ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ലെവലാക്കി കൊടുക്കുക. സ്റ്റോൺ കറക്റ്റ് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇരിക്കണമെങ്കിലാണ് കമ്മലിടുമ്പോൾ സ്റ്റോൺ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ, ഈ കമ്മലിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റോൺ ഒട്ടിച്ച് നിൽക്കണേലാണ് കേട്ടോ. കാരണം സ്റ്റോണിൻ്റെ ഭംഗി നോക്കിയെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി വളഞ്ഞൊക്കെ ഇരുന്നാൽ ആ ഒരു കമ്മലിൻ്റെ ഭംഗി മൊത്തം പോകും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കുക. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഒരു ബീഡ് അതിലേക്ക് ഇടുമ്പോഴും കറക്റ്റ് കണ്ടോ ഒന്ന് ഇതാവുന്നുണ്ട്. അപ്പോൾ അവിടെ ബീഡ് കറക്റ്റ് വന്നതിന് ശേഷം സ്റ്റോണിനൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇയർ ഹൂക്കും കൂടി കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇയർ ഹൂക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്കിതാ ഫസ്റ്റിൽ ഞാൻ ഇട്ടപ്പോൾ തന്നെ ശ്രദ്ധിച്ചില്ല, അത് മറിഞ്ഞു പോയി. ഈ ഒരു ഭാഗം ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ബാക്കിലോട്ട് പോകും. നമ്മളെങ്ങനെയാണ് കമ്മലിടുക, ആ ഒരു ഇയർ ഹൂക്കിൻ്റെ ആ കോല് നിൽക്കുന്ന ഭാഗം കമ്മലിൻ്റെ ഉള്ളിലേക്ക് പോകണമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് സ്റ്റോൺ ഇല്ലാത്ത ഭാഗം വരണം ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ദാ ഇങ്ങനെ ഇട്ടു, കണ്ടോ, സ്റ്റോൺ വരുന്ന ഭാഗം ഫ്രണ്ടിലേക്കല്ല ബാക്കിലേക്ക് പോയി. നമ്മൾ കമ്മലിടുമ്പോൾ തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, വീഡിയോ എടുക്കുന്നത് ഒരു തിരക്കിലായ കാരണം അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ബാക്കിയൊക്കെ ശ്രദ്ധിച്ചു, പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ല. പക്ഷേ കമ്മലിട്ട് നോക്കുന്ന സമയത്ത് അത് തിരിഞ്ഞു പോകും. നമുക്ക് അഴിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സ്റ്റോണൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് അതിലെ സ്റ്റോണിൻ്റെ ഏതെങ്കിലും കല്ല് ഊരിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അത് പിന്നെ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അകത്തി എടുത്തിട്ടുണ്ട്, കണ്ടോ. ഈ ഒരു കോല് വരുന്ന ഭാഗം ബാക്കിലേക്കാണ് പോവുക. അപ്പോൾ നമ്മുടെ സ്റ്റോൺ ഇല്ലാത്ത ഭാഗം ചീത്ത വശം ആ ഒരു സൈഡിൽ വരണം, കണ്ടോ, ഇങ്ങനെ വരണം. എങ്കിലാണ് കമ്മലിടുമ്പോൾ സ്റ്റോൺ വെച്ച് ഒട്ടിച്ചത് ഫ്രണ്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി ചെയ്യാം. പക്ഷേ നമ്മുടെ സ്റ്റോണിലൊക്കെ വരുന്ന മാറ്റങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റോൺ ചെയിൻ്റെ ഇടയിൽ നിന്ന് സ്റ്റോണുകൾ അടർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ. പിന്നെ നമുക്കത് അടർത്തിയെടുത്ത് വേറെ ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.